ശ്രീ ആരിഫ് ഹുസൈൻ, മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നും മൗമൂദിയൻ ആശയങ്ങളല്ല ഇപ്പോൾ പിന്തുടരുന്നത് എന്നും നേതാക്കൾ അടുത്ത കുറച്ചു കാലങ്ങളായി ഇങ്ങനെ അവകാശപ്പെടുകയാണ്. അത് ചില സ്വകാര്യ ചാനലുകൾ മുഖേനയും അവരുടെ ആശയങ്ങൾ വിപുലപ്പെടുത്തുന്ന മറ്റു പല മാർഗങ്ങളിലൂടെയുമൊക്കെയാണ് ഇത് അവകാശവാദങ്ങളായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ സംഘടനയുടെ ഭരണഘടനയിൽ ഇഖാമത്തുദ്ദീൻ എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന പ്രചാരണം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് എന്തിനായിരിക്കും? ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള പരിണാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്നും നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു തള്ളിപ്പറച്ചിൽ മൗദൂദിയുടെ കാര്യത്തിൽ അവർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടുന്നതാണ് പിന്നെ നല്ലത് എന്നാണ്. കാരണം അങ്ങനെ ഒരു ആശയം ഇല്ല എന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്നെ അതിൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അനേകം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എടുത്തു വെച്ചിട്ട് നമ്മൾ പറയാണ് നമ്മൾ ഇനി മുതൽ സോഷ്യലിസം അല്ല, നമ്മൾ ഇനി ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്കാണ്, ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ് നമ്മൾ ഇനി മുന്നോട്ട് എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ആ സാധനം പിന്നെ അവിടെ പൊളിഞ്ഞു. അതായത് മതരാഷ്ട്രവാദം മാറ്റിയിട്ട് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മതത്തിന്റെ ആ ഒരു ഇക്കാമത്ത്, അതിനെ ആ യഥാവിധി എങ്ങനെയാണോ മതം പഠിപ്പിക്കുന്നത് അതേപോലെ നടപ്പിൽ വരുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഭരണഘടനയെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജമാഅത്ത് ഇസ്ലാമി ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രസ്താവന ചില അതിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് അതിനകത്ത് തന്നെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെയുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള മുറുമുറുപ്പ്, അതിനോടുള്ള വിയോജിപ്പുകൾ പല രീതിയിൽ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ഒരു ധ്വനി. അതുകൊണ്ട് തന്നെ ആവണം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ പുറത്തൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഞാൻ ഇതിൽ നിങ്ങളുടെ വാർത്ത കണ്ടതിന് ശേഷം ഞാൻ പോയി നോക്കി. എന്തായാലും അത് മാറ്റാൻ സാധ്യതയുള്ള ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇന്റർനെറ്റ് ഒരു ബാക്കപ്പ് നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്കതെടുത്ത് പരിശോധിക്കാമല്ലോ. 2023 ഏപ്രിൽ വരെയുള്ള അപ്ഡേഷൻ അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അവരുടെ വെബ്സൈറ്റിലുള്ളത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇപ്പോൾ പോയി പരിശോധിക്കാവുന്നതാണ്. ചിലപ്പോൾ നാളെ അവർ മാറ്റാനുള്ള സാധ്യത അവിടെ ഉണ്ട്. 2023 ഏപ്രിൽ 30 വരെയുള്ള ഭേദഗതി അനുസരിച്ച് എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ചിത്രം കൊടുത്തിരിക്കുന്നത് കേരള ജമാഅത്ത് ഇസ്ലാമി കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അതിൻ്റെ ഇതെല്ലാം ഡീറ്റെയിൽ ഉള്ളത്. അതിൽ മൗദൂദിയുടെ തന്നെ പടമാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പം മൗദൂദിയെ തള്ളി പറയുന്ന ആളുകൾ എന്തിനാണ് മൗദൂദിയുടെ പടം വെക്കുന്നതെന്നുള്ള ചോദ്യം അവിടെ വേറെ വരും. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു തള്ളിപ്പറച്ചിൽ ഒരു വശത്തുണ്ടാവുമ്പോൾ അതിനകത്ത് ആ സംഗതിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന ഒരു അകത്തു നിന്നുള്ളൊരു വിമർശനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അവർ പുറത്തുനിന്ന് പറയുന്ന സംഗതികൾ ഈ അകത്തും അവരുടെ വെബ്സൈറ്റിലടക്കം അത് ഇന്നും നിലനിർത്തേണ്ടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നത്. ഭാവിയിൽ ഇതിൻ്റെ മറ്റ് ചില നിയമവശങ്ങളെയൊക്കെ ഭയന്നുകൊണ്ട് ചിലപ്പോൾ അവർ മാറ്റിയേക്കാം എന്നതല്ലാതെ ഇത് തക്കിയ എന്ന് പറയുന്ന ഒരു അടവ് നയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ശ്രീ ആരിഫ് ഹുസൈൻ, അതായത് തങ്ങൾ ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കുകയും എന്നാൽ നടപ്പാക്കേണ്ടത് ഏതു രീതിയിലാണോ അത് തന്നെ നടപ്പാക്കുകയും ചെയ്യുക എന്നത് തന്നെയല്ലേ ലക്ഷ്യം? പകരം ഇത്തരത്തിൽ ചില ആശയങ്ങൾ, അതായത് മതേതരത്വം, ജനാധിപത്യം, ഇതൊക്കെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള ഒരു അടവ് നയം സ്വീകരിക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്കോ ഒക്കെ കടന്നുകൂടാം എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയല്ലേ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള യഥാർത്ഥ വസ്തുത? നമ്മൾ സാധാരണ ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാറ്റം ആരിലുണ്ടായാലും നമ്മൾ അതിനെ അംഗീകരിക്കും എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാനൊക്കെ. അതിപ്പോൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മാറ്റം വന്നാലും അതിനെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതിനെ നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞ് ആ മാറ്റം അവർ പുറമേക്ക് പറഞ്ഞു വെച്ച സംഗതികളെ അത് ആവർത്തിച്ച് പറയാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റി അവർക്കത് നിർത്തേണ്ടത് അവരുടെയും കൂടി ഒരു ബാധ്യതയാക്കി മാറ്റുക എന്നുള്ളത് ആണ് ഈ ഒരു ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ഒച്ചത്തിൽ പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് എല്ലാ ആളുകൾക്കും ബാധകമാണ്. അതിപ്പോൾ താലിബാനെ കുറിച്ച്
കുറിച്ച് പറയുമ്പോഴായാലും മറ്റേതൊരു സംഗതിയെക്കുറിച്ച് പറയുമ്പോഴായാലും നമ്മൾ പറയുന്ന കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പള്ളി അതിനകത്ത് പോയിട്ട് ശിവലിംഗം തിരയുന്ന പരിപാടി നിർത്തണം എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ നമ്മളതിനെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അത് നല്ലൊരു സന്ദേശമാണ്, അത് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അയവ് വരുത്താൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളത് പറയണമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് പറയുന്നത് കാണുന്നില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, അവര് അകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് അവർ വെബ്സൈറ്റിൽ എഴുതി വെക്കുന്ന ഒരു സംഗതി ഇന്നും നിങ്ങൾക്ക് പോയിട്ട് വായിക്കാം. അതിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അവരുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രകാരം നമ്മളൊന്ന് ജസ്റ്റ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് അവരവിടെ എഴുതി വെക്കുകയാണ്. ഒന്ന്, ഈ സംഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നും ഈ ഭരണഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഭരണഘടന എന്നുമാകുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് തുടങ്ങിയിട്ട് അതിന്റെ ഖണ്ഡിക 3 എഴുതിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാകുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാകുന്നു. അതായത് ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. ഇതാണ് അതിന്റെ ഖണ്ഡിക 3 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം, അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്ന ഒരു സംഗതി, മുഹമ്മദ് റസൂലാണ് എന്ന് പറയുന്ന സംഗതി, അത് മുസ്ലിമിന് മാത്രമല്ലേ ബാധകമാവുന്നുള്ളൂ? ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഇതുപോലെ ഒരു സാധനം പറഞ്ഞു വെക്കുമ്പോൾ അത് ഏത് വിധേനയാണ് അതൊരു ബഹുസ്വര സമൂഹത്തിലേക്ക് അത് ഇറക്കാൻ പറ്റുന്ന ചരക്കായിട്ട് മാറുന്നത്? ഒരിക്കലും മാറില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ പറയുന്ന സംഗതി ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുന്നവരായിട്ട് മാറണം, ഇല്ലെങ്കിൽ ഇവർ മാറ്റും എന്നതല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം എന്താണ്? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ ആയിട്ടുള്ള മൗദൂദി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ പോരെ. മൗദൂദി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? മൗദൂദി പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ എതിർത്തു എന്ന് പറയുന്ന സമയത്ത് പോലും അവിടെ മൗദൂദി പറഞ്ഞ കാര്യം എന്താണ്? അങ്ങനെ ഒരു സെക്യുലർ രാജ്യമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതിനോട് മൗദൂദിക്ക് എതിർപ്പായിരുന്നു. കാരണം മൗദൂദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന സ്വപ്നമാണ്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാന് വിഭജനത്തെ എതിർക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോ ആ പറഞ്ഞ സാധനം തന്നെയല്ലേ ഇന്നും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിലെന്താ വ്യത്യാസമുള്ളത്? ഇഖാമത്തു ദീൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ് വ്യത്യാസമുള്ളത്? അതായത് ദീനിന്റെ, ഇസ്ലാം എന്ന മതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യജീവന്റെ സകലമാന മേഖലകളിലും അതിനെ ബന്ധിപ്പിക്കുന്ന വ്യവഹാരങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രീതി. ഇതല്ലേ ഈ പറയുന്ന ഇഖാമത്തു ദീനിൽ അവിടെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇതെങ്ങനെയാണ് അവിടെ ഒരു മതേതര സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കാൻ കഴിയുന്ന സാധനമായിട്ട് മാറുക? അവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്വത്തവകാശം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം കൊടുക്കുന്ന ഒരു സംഗതി ഈ ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലും വരില്ലായിരുന്നല്ലോ. ഇനി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഈ പറയുന്ന ഒരു ചേരായിക നമ്മളുടെ പൊതുസമൂഹത്തിലേക്ക് ഒരിക്കലും ഇറക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് ഇത് നമുക്ക് കാണേണ്ടതായിട്ട് വരാം. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, താങ്കൾ ഈ ഖണ്ഡിക 3 പറഞ്ഞ് അതിൽ വിശദീകരണം നടത്തിയതുകൊണ്ടാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഖണ്ഡിക 4 പറയുന്നതും താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവിടെയാണ് ഈ വൈരുദ്ധ്യം ഏറ്റവും അധികം പ്രകടമാകുന്നത്. അതായത് ഇഖാമത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ത് എന്നുള്ളത് ഈ ഖണ്ഡിക 4 തുടർന്ന് അങ്ങോട്ട് പറയുമ്പോൾ പറയുന്നുണ്ട്, ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടി ഈ ദീനിനെ പൂർണ്ണമായും പിന്തുടരുകയും വ്യക്തിയുടെ പുരോഗതിയും സമുദായത്തിൻ്റെ നിർമ്മാണവും ഒപ്പം രാഷ്ട്രത്തിൻ്റെ സംവിധാനവും എല്ലാം ഈ ദീനിന് അനുരൂപമായിരിക്കുമാറ് മനുഷ്യജീവിതത്തിൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ നിഖില മേഖലകളിലും ഇതിനെ പൂർണ്ണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആശയം ഇതുതന്നെയാണ്, ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം നമ്മൾ ഇതുതന്നെയാണ് പിന്തുടരണം എന്നിവർ ആവർത്തിക്കുമ്പോഴും എന്തിനാണ് ഈ മൂടുപടം എന്നുള്ളതിലാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ നമ്മളുടെ കേരള ഘടകത്തിന്റെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവരുടെ ഒരു ഇന്ത്യ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഇഖാമത്തു ദീൻ ആയാലും ഈ പറയുന്ന സുന്ന, അതുപോലെ മറ്റുള്ള സാധനങ്ങൾ എങ്ങനെയാണ് അവിടെ എടുത്തു വെച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ഇന്ത്യ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മെത്തഡോളജി അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തഡോളജി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ഖുർആൻ ആൻഡ് ദ സുന്ന ഷാൽ ഫോം ദ ബേസിസ് ഓഫ് ഓൾ ദ JIH's activities. All other things shall be kept in view of secondarily. അതായത് ബാക്കിയുള്ളതെല്ലാം രണ്ടാമത് കടന്നു വരുന്ന സാധനമാണ്. ആദ്യം വരുന്നത് എപ്പോഴും അതിൻ്റെ സുന്ന, അതുപോലെ ഖുർആൻ എന്ന് വെച്ചാൽ
അവരൊരു ഭരണം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെയും ആദ്യം വരുന്ന സാധനം ഏതായിരിക്കും? ഈ പറയുന്ന ഇസ്ലാമിന്റെ കിതാബുകളല്ലേ. ഇനി അതിന്റെ ഒബ്ജക്റ്റീവായിട്ട് അവരും എഴുതി വെച്ചിരിക്കുന്നത് ഇക്കാമത്ത് ദീൻ ഈസ് അവർ ഒബ്ജക്റ്റീവ്. ദ ടേം ഇക്കാമത്ത് ദീൻ ലിറ്ററലി മീൻസ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് അപ്പോൾഡിംഗ് ദ ഇസ്ലാമിക് വേ ഓഫ് ലൈഫ് വിച്ച് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എവറി മുസ്ലിം. ഇത് മുസ്ലിമിന്റെ മാത്രം ഡ്യൂട്ടിയാണ്. അവിടെ എങ്ങനെയാണ് ഹിന്ദുവിന് ഈ പറയുന്ന ഇക്കാമത്ത് ദീന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത്? അല്ലെങ്കിൽ അത്തരം ഒരു ഗതികേട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മതരാഷ്ട്ര സങ്കല്പം അത് കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ എന്തിനാണ് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെ ഒരു സംഘടന ഇത്ര വളരെ കൃത്യമായിട്ട് ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയെ ഇന്ത്യയുടെ ജനാധിപത്യ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പു തരുന്ന ആ ഒരു സംഘടന രൂപീകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മളുടെ ആ സംവിധാനത്തെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ നിലനിൽക്കുന്ന ഈ സംഘടന എന്തടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ തുടരുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭീകരവാദ സംഘടനകൾക്കൊക്കെ എന്ത് വേണേലും ചെയ്തുകൂടെ? എത്ര മോശമായിട്ടുള്ള ഇതുപോലുള്ള വാദങ്ങൾ വെക്കുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമാക്കി ഇത് കൊടുക്കല്ലേ പറ്റുക. ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിന് ചില ലിമിറ്റ് നമ്മൾ പറയുന്നു. അതായത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഹെയ്റ്റ് അതിനൊക്കെ വഴിവെക്കുന്ന തരത്തിലുള്ള സംഗതിയാണെങ്കിൽ അതിനെ തടയണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹെയ്റ്റ് അല്ലേ മുന്നോട്ട് വെക്കുന്നത്? ഇത് ഡിസ്ക്രിമിനേഷൻ അല്ലേ മുന്നോട്ട് വെക്കുന്നത്? മുസ്ലിമും ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ കാഫിറും അതുപോലെ മുഅ്മിന് എന്ന് പറയുന്ന ആ ഒരു വിഭാഗീയത കൃത്യമായിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ആയ ആളുകൾ മുസ്ലിം അല്ലാത്ത ആളുകൾ എന്ന രീതിയിൽ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ആശയമല്ലേ ഇവർ കൊണ്ടുവെക്കുന്നത്? അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്, ഒരു സംശയമില്ല. അതിനുവേണ്ടി നമ്മൾ ഈ ചർച്ച ചെയ്ത് സമയം കളയുന്നതിൽ പോലും ഒരു അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇത് നമ്മളുടെ കോടതികളിലേക്ക് വേണ്ട രീതിയിൽ എത്തിച്ചാൽ, വേണ്ട നിയമ നിർമ്മാണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഘടന മാത്രമല്ല, ഈ സ്വഭാവമുള്ള വിഘടനവാദമായാലും ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള സംഘടനകൾ അത് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ വരുന്ന ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ആ വഴികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നതിനെ തടയാനുള്ള ചില നിയമനിർമ്മാണങ്ങളും കൂടിയാണ് നമ്മൾ നടത്തേണ്ടി വരിക എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതെ, തീവ്ര മതസംഘടനകൾ അടവ് നയം മാറ്റുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്.